CPM കേന്ദ്ര കമ്മിറ്റിയിൽ പുത്തലത്ത് ദിനേശും ടി പി രാമകൃഷ്ണനും സാധ്യതയേറുന്നു എന്ന വാർത്തയാണ് നമ്മുടെ വാർത്താ സംഘം മധുര എന്ന് പറയുന്നത്. അതിനിടയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മുടെ പ്രാക്കുളത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ തലത്തിലേക്ക് ഉയർന്ന സാക്ഷാൽ സഖാവ് MA ബേബിയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ എനിക്കൊക്കെ വലിയ ബന്ധമുള്ള ആളാണ് അദ്ദേഹം. എൻ്റെ സീനിയറായിട്ട് കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിച്ച ആളാണ് MA ബേബി. മാത്രമല്ല അദ്ദേഹം എന്നെ ചെറുപ്പകാലത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ PhD അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ആവേശം കൊള്ളിച്ചൊരു നേതാവ്, ഒരു മലയാളി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു അത് സാക്ഷാൽ MA ബേബിയാണെന്ന്. ഇപ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ് CPMൻ്റെ. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോഴാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടി വന്നിരിക്കുന്നത്. മധുരയിലുള്ള MA ബേബി ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ ജന്മദിനം വന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അപ്പം ബർത്ത്ഡേ നേരാൻ പറ്റില്ല. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു കോമ്രേഡ് MA ബേബി. കേട്ടില്ലേ? മധുര കേട്ടില്ലേ? കേട്ട് കാണും. അദ്ദേഹം കേട്ടില്ല, പിന്നെ ആരാ കേൾക്കാൻ? എന്തായാലും അദ്ദേഹം സന്തോഷമായിട്ടിരിക്കട്ടെ. അദ്ദേഹത്തിന് ഈ പാർലമെൻ്ററി വ്യാമോഹമൊന്നും കാര്യമായിട്ട് ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി ആയാലും ആയില്ലെങ്കിലും MA ബേബി ആയിട്ട് തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക്, അതായത് CPM കേന്ദ്ര കമ്മിറ്റിയിൽ പൂത്തലത്ത് ദിനേശനും ടി പി രാമകൃഷ്ണനും സാധ്യതയേറുന്നു എന്നാണ് വാർത്താ സംഘം പറയുന്നത്. സംസ്ഥാന സെൻട്രൽ പ്രവർത്തിക്കുന്ന പൂത്തലത്ത് ദിനേശിന് അനുകൂല ഘടകമാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് 3 ഒഴിവുകളുണ്ട്. അംഗങ്ങളുടെ എണ്ണം കൂടിയത് പരിഗണിച്ച് ഒരാളെ അധികമായി ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് വാർത്തകൾ വരുമ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരൈ സമ്മേളന വേദിയിൽ നിന്ന് ശ്രീജിത്ത് തത്സമയം ചെയ്യുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ബേപ്പൂർ. യഥാർത്ഥത്തിൽ ഈ ആരോഗ്യം ആണ് ലഹരി എന്ന് തെളിയിക്കുന്ന കുറേ അധികം ആളുകൾ, പൗരപ്രമുഖർ എൻ്റെ ചുറ്റുമുണ്ട്. ഇവരിൽ നിന്ന് ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് മധുര എന്ന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. ബേപ്പൂരിലുള്ള MEX7 ടീമിനും ഗുഡ് മോർണിംഗ്. മധുരയിൽ നിന്ന് ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ നടക്കുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ വരും എന്നതാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയം. കേരളത്തിൽ നിന്ന് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ദേശാഭിമാനി ചീഫ് എഡിറ്ററും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ദിനേശൻ പുത്തലത്തിനാണ്. ദിനേശൻ പുത്തലത്തിന് ഏറ്റവും അനുകൂല ഘടകം, അദ്ദേഹം സംസ്ഥാന സെൻട്രലിൽ പ്രവർത്തിക്കുന്നു. മാത്രമല്ല കേന്ദ്ര സെൻറ്ററുമായി ആശയവിനിമയം നടത്തി ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളാണ് ദിനേശൻ പുത്തലത്ത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ദിനേശൻ പുത്തലത്തിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാവും LDF കൺവീനറുമായ ടി പി രാമകൃഷ്ണനും കേന്ദ്ര കമ്മിറ്റിയിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുന്ന ഒഴിവിലേക്ക് സംസ്ഥാനത്ത് നിന്നൊരു വനിതാ നേതാവിനെ പരിഗണിക്കുന്നു. ആ വനിതാ നേതാവ് ആരാകും എന്നതും പ്രധാനപ്പെട്ട ചർച്ചയാണ്. വനിതകളിൽ ഏറ്റവും സീനിയറായ ആൾ 98-ൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ J മേഴ്സിക്കുട്ടിയമ്മയാണ്. എന്നാൽ പരിഗണനയിലുള്ള പേര് മലപ്പുറത്തു നിന്നുള്ള PK സൈനബയുടെയും തിരുവനന്തപുരത്തു നിന്നുള്ള ഡോക്ടർ TN സീമയുടെയും പേരുകളാണ്. ഇവർ രണ്ടുപേരും പേരുകളാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ PK ബിജു, മുഹമ്മദ് റിയാസ്, VN വാസവൻ തുടങ്ങിയ പേരുകളും ചർച്ചയിലുണ്ടെങ്കിലും ദിനേശൻ പുത്തലത്തിനും ടി പി രാമകൃഷ്ണനും PK സൈനബയ്ക്കുമൊക്കെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കും. വൈകുന്നേരത്ത് ഈ ചർച്ചകളും സംഘടനാ റിപ്പോർട്ടുമേലുള്ള ചർച്ചയും ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച അജണ്ടയും പൂർത്തിയാക്കിയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് നേരത്തെ SK പറഞ്ഞ പോലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന കൊല്ലത്ത് നിന്നുള്ള നേതാവ് MA ബേബിയുടെ ജന്മദിനമാണ്. 1954 ഏപ്രിൽ 5 MA ബേബിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം അപ്രതീക്ഷിതമായി പാർട്ടി കോൺഗ്രസ് വേദിയിൽ കടന്നു വരുന്നു. ഒരുപക്ഷേ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ബേബിക്ക് ബർത്ത്ഡേ ആഘോഷങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്.